ഹലോ ഹലോ, നീ എവിടെ? ഞാൻ എവിടെ ഇവിടെ എവിടെ നിൽക്കുന്നത് പറ. നീ ഇവിടെ നിൽക്കാനളിയാ പറഞ്ഞത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ. നീ എവിടെ? എടാ ഞാൻ എപ്പോഴേ ഇവിടെ വന്ന് നിൽക്കണമെന്ന് അറിയാമോ? അളിയാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ. എടാ നീ എവിടെ നിൽക്കുന്നത് കറക്റ്റ് ആയിട്ട് പറ. അളിയാ ഇങ്ങോട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ. അറിയാടേ ഞാൻ നീ എവിടെ പോയിരുന്നേ? എന്തിനു പറയാ അറിയാ, വയറിന് വല്ലാത്തൊരു കംപ്ലൈന്റ് രാവിലെ മൂലേ തുടങ്ങിയതാ. ഞാൻ ഒന്ന് രണ്ടിന് വെയ്യളിയാ. എടാ വൃത്തിയിട്ടവരെ, നല്ലൊരു ഓണമായിട്ട് നിനക്ക് വീട്ടിൽ പോയിക്കൊണ്ടാ. അളിയാ പോട്ടളിയാ, എന്ത് ചെയ്യാള് ക്ഷമിയടേ. രണ്ടെണ്ണം അടിച്ചിട്ട് വീട്ടിൽ പോണോടേ. വീട്ടിലാണ്ടേ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിക്കണത്. അളിയാ ടച്ച് സോഡ മാച്ചളിയാ. എന്ത് അളിയാ നീ വല്ലതും കേട്ടാ? നീ വല്ലതും കേട്ടോ? ഞാൻ കേട്ടളിയാ. നീ വല്ലതും കേട്ടോ? ഞാൻ കേട്ടോ. ഹലോ അളിയാ, അങ്ങോട്ട് നോക്കണം. വാല പൈര് ചാടി വന്നിരിക്കുന്നു. വാലേ വാലെങ്കിൽ വാലെ. ഇന്നത്തെ ദിവസം എടാ തിരുവോണം രണ്ടെണ്ണം അടിക്കാൻ പറ്റില്ല നിൽക്കുന്നത്. അയ്യോ, ജീവനുള്ള മാവേലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വന്ദനം വന്ദനം നമോ വാഗം. മാവേലി? അയ്യോ മാവേലി തമ്പുരാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തമ്പുരാനെ. ഇന്ന് തിരുവോണമല്ലേ? നമ്മുടെ പ്രജകളെ കാണാനും ക്ഷേമം അന്വേഷിക്കാനും നമുക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അതേ തിരുമേനി, നമ്മുടെ പ്രജകൾക്ക് ക്ഷേമം തന്നെ അല്ലേ? എന്ത് ക്ഷേമം? മാവേലി പാതാളത്തിൽ പോയ ശേഷം കേരളം മൊത്തം നശിച്ചു. അതേ തിരുമേനി, വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ ക്രമക്കേട്. ഓ ശിവ ശിവ, നാം എന്തായി കേക്കണേ? തിരുമേനി വീട്ടിലേക്ക് വരണം. അടിച്ചിട്ട് വരണം തിരുമേനി. വരണം തമ്പുരാനെ, വരണം. വന്ന് വണ്ടി കയറണം. വരണം മാവേലി, വരണം മാവേലി. വന്ന് വണ്ടി കയറണം. നമുക്കൊന്ന് അടിച്ച് പൊളിക്കാൻ. അതൊക്കെ ഞാൻ എടുത്തോളാം. അത് എന്റെ കേരളം മാവേലി അങ്ങോട്ട് കേരളങ്ങളുടെ ഇഷ്ടത്തിന് നാം തടസ്സം നിൽക്കാറില്ല. കേരളം മാവേലി ഇങ്ങോട്ട്
അത് എന്റെ വീട് അത് എന്റെ ഞാൻ വിളിച്ചോളാം. ഇറങ്ങിയാൽ ചെരുപ്പ് വേണ്ടേ വരണമാവേലി നമ്മളെ വീട് തന്നെ ഇനി കേറണം, നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. ഇനി കേറണം നോമിന്റെ കിരീടം വരണമാവേലി. ഓ അതിരിക്കട്ടെ അതിരിക്കട്ടെ. അടിയാതങ്ങോട്ട് നോമിന്റെ കുട കുറെ പണിയൊന്നും വേണ്ട തമ്പുരാന്, നമുക്ക് അടിച്ച് പൊളിക്കാം. കേറ് 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 പോ. വരണം തമ്പുരാനെ, വരണം തമ്പുരാനെ, വരണം. ഇരുന്നാട്ടെ. തമ്പുരാനെ, ഇതാണ് എന്റെ ചെറിയ കൊട്ടാരം. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഇന്ന് ഓണമല്ലേ തമ്പുരാനെ, മലയാളി ദേശീയ ഉത്സവല്ലേ, ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിക്കും. ഞങ്ങളല്ലടാ, പൊളിക്കും. നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കൂടാ. അത് കൊള്ളാം. അല്ല ഇതെന്താ സാധനം? ഇതാണ് തമ്പുരാനെ സോമരസം. ഇതാണ് തമ്പുരാന് കേരള സർക്കാരിന്റെ സോമരസം. ആ, ഓ, പാതാളത്തിൽ പോയതിനു ശേഷം നോമ്പ് നൂർന്നിട്ടേ ഇല്ല. തിരുമേനി അണ്ണ ഒരു 2 എണ്ണം അടിക്കണം. നമ്മുടെ സന്തോഷത്തിന് ഇന്നൊരു ഓണമല്ലേ. അളിയാ, നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. ശിവ ശിവ, എങ്ങനെയാ സോമരസം പാനീയം നുകരേണ്ടത്? കഷ്ടം കഷ്ടം. ലേശം 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 നുകർന്ന് 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 രുചിച്ച് 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 പിന്നെ മാതക നർത്തകിമാരുടെ നൃത്തനൃത്യങ്ങളും രതിക്രീഡകളും. ഓ, നമ്മുടെ ശരീരം അങ്ങ് കോരിത്തരിക്കുക. പോയി, എല്ലാം പോയി. 3 അടി സ്ഥലം ചോദിച്ചു, കൊടുത്തു. അതോടെ നമ്മ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. നഷ്ടങ്ങൾ. പിന്നെ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വന്ന് നമ്മുടെ പ്രജകളെ കാണാനും ക്ഷേമം അന്വേഷിക്കാനും അതിനൊരു അനുവാദം കിട്ടി. അതൊക്കെ പഴങ്കഥകളാ. പിന്നെ നോമിന് ഇച്ചി തിരക്കുണ്ടേ. കേരളം മൊത്തം ചുറ്റി സഞ്ചരിക്കണേ. എല്ലാ പ്രജകളെയും നോമിനൊന്ന് കാണണം, ക്ഷേമം അന്വേഷിക്കണം. തിരുവോണം ഒരൊറ്റ ദിവസമല്ലേ? അല്ല, ഈ സോമരസത്തിന്റെ പേരെന്താ? ഇതാണ് ജവാൻ സോമരസം. ഇതാണ് കേരള സർക്കാരിന്റെ വാറ്റ്. രാവിലെ പ്രചരണം ഉണരുന്നു, ആരെങ്കിലും കൃഷി ചെയ്യുന്നു, ലോട്ടറി എടുക്കുന്നു, ജവാൻ സോമരസം വാങ്ങുന്നു, ഉറങ്ങുന്നു, കുടിക്കുന്നു, തൂറുന്നു. കേരളത്തിലെ പ്രജകൾ സുഖമായി ജീവിക്കുന്നു. തിരുമേനി അളിയാ, വെളിച്ചെണ്ണ ലിറ്ററിന് 560 രൂപ, ഗ്യാസിന് 1000 രൂപ, പച്ചക്കറി കിറ്റിന് 100 രൂപ. എന്റെ മഹാവേലിയാണ്ടോ, 1 കിലോ അരിയുടെ വില അറിയണോ? 60 രൂപ. നോം നിരപരാധിയാണേ. മാവേലിയുടെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം. മാവേലി അണ്ണ, അജയൻ തിരുമേനി വാണിടും കാലം കേരളത്തിൽ തിരുവാക്കി എതിർവായില്ല. ജനങ്ങൾക്കെല്ലാം ക്ഷേമം. എന്നാ ക്ഷേമ പെൻഷനോ ആശാവർക്കന്മാരുടെ ശമ്പളമോ? അജയൻ തിരുമേനി 10 വർഷം കൊണ്ട് ജനങ്ങളെ ക്ഷേമിക്കല്ലേ, ക്ഷേമിച്ച് ക്ഷേമിച്ച് സുഖിക്കുക. പാറശാല മുതൽ കാസർഗോഡ് വരെ തിരുമേനി യാത്ര ചെയ്യല്ലേ. താളത്തിൽ താളത്തിൽ തുഴഞ്ഞു 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 ഹലോ, എന്താ വിശേഷം?
കുഴപ്പമൊന്നുമില്ല. എന്താ? ഓ ശിവ ശിവ, എത്തി, ഞാൻ എത്തി. കടക്ക് പുറത്തുനിന്ന് പറയുന്ന മുമ്പ് ഞാൻ എത്തി. അയ്യോ, ഞാൻ എത്തി. ഭാര്യ പാതാളത്തിൽ നിന്ന് TV കാണുക. ഈ തിരുവോണ നാളിലും കേരളത്തിൽ കത്തിക്കുത്ത്, കൊലപാതകം, ബലാത്സംഗം, ബാലപീഡനം, മദ്യപാനം, രാഷ്ട്രീയക്കാർ തമ്മിൽ അടിപിടി, MDMA, ലഹരി കടത്ത്. എന്തിന്? പെറ്റമ്മയെ മകൻ ചുറ്റുകൊണ്ടടിച്ചു. വയ്യ. നോമിനി കേരളത്തിലേക്കില്ല. ഈ കാണുന്ന പ്രജകൾ നമ്മുടെ പ്രജകളെ അല്ല, നമ്മുടെ പ്രിയജനങ്ങളെ നമ്മുടെ നെറുകയിലൊന്ന് ചവിട്ടി നമ്മെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ ദയവുണ്ടാകണം. ഞാനും റെഡി. സന്തോഷം. ഇത് എന്റെ വീടാടാ, ഞാൻ ചവിട്ടി താക്കൂടാ. നീ ഞോട്ടൂടാ പോലെ, ഇത് നമ്മുടെ സ്വത്താണ്. ഞാൻ ചവിട്ടി താക്കും. എന്റെ ആളുകൊണ്ട് ഞാൻ ചവിട്ടി താക്കൂടാ. എന്നെ വിട്. പാതാള മുത്തപ്പ, ഒന്നും വേണ്ട, എന്റെ ഉയര് കിട്ടിയാ മതിയായിരുന്നു. നേരത്താണോ ഉയര് മാത്രം മതിയോ? അനിയ വന്ദനം, നമോഭാഗം. എന്നെ ചേട്ടാ, ഞാൻ മലയാളിയല്ല, ബംഗാളി. ബംഗാളി? ഞാൻ മാവേലി. ഇതെന്താ മാവേലി ചേട്ടാ ഇങ്ങനെ? അതൊന്നും പറയണ്ട അനിയ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാ. അതൊക്കെ പോട്ടെ, ഇത് തിരുവോണമായിട്ട് മലയാളികൾ ആരും ഇല്ലേടേ? മലയാളികൾ കുറവാ ചേട്ടാ, കൂടുതൽ വിദേശത്താ. നമ്മൾ ബംഗാളികൾ ഉണ്ടെങ്കിൽ കേരളം സലിക്കൂ സേട്ടാ. പിന്നെ മലയാളികൾ മടിയന്മാര സേട്ടാ. കള്ളു കുടിക്കുക, ലോട്ടറി എടുക്കുക, ഷിൻഡാബാദ് വിളിക്കുക, അടിയുണ്ടാക്കുക, ഭാര്യനെ തല്ലുക, രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഓ ഹിന്ദിക്കാരാ, നോമിനെ ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ ചേട്ടാ? നോമിനെ തിരികെ പാതാളത്തിലേക്ക് മടങ്ങിപ്പോണം. ഞാൻ എന്താ ചെയ്യേണ്ട ചേട്ടാ? ഒരു ഉപകാരം ചെയ്താൽ മതി. നോമിന്റെ ശിരസിൽ
ശിരസിന്റെ മൂർധാവിൽ അവിടുത്തെ പാദങ്ങൾ കൊണ്ട് ചവിട്ടി താഴ്ത്തിയാ മതി. നമുക്ക് കാശ് വേണം സേട്ടാ. ദുട്ടു ദുട്ടു മണി മണി. കാശില്ലാതെ നമ്മളൊന്നും ചെയ്യില്ല സേട്ടാ. ഈശ്വരാ ശിവനെ, നാം എന്താ ചെയ്യേണ്ടത്? കാശോ നാം എവിടെ നിൽക്കാനാ? ഈ മാല തന്നാലും മതി സേട്ടാ. ഓ ശിവ ശിവ പാതാളം മുത്തപ്പ, നാം എന്തായി കേക്കണേ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില ചേട്ടാ? എനിക്കൊന്നും കാണാനും കേൾക്കാനും വയ്യേ. സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും പാതാളത്തിലോട്ട് പോയാ മതി. ഓ എന്റെ മാലേ, എന്റെ മുത്തപ്പ. ഓഹോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാവേലി നാട് വാടിരുന്ന ആ പഴയ കാലം, കള്ളവും ചതിയും കള്ളപ്പറയുമില്ലാത്ത ഒരു സുന്ദരകാലം, ജാതിയും മതവും ചതിയും വഞ്ചനയുമില്ലാത്ത ഒരു സത്യസന്ധമായ കാലം. ആ പഴയ കാലത്തിൻ്റെ സുന്ദരമായ ഓർമ്മകളാണ് ഓണം. വർഷത്തിലൊരിക്കൽ വരുന്ന പൊന്നോണം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഓരോ ഓണവും കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ മലയാളികൾ സ്വപ്നം കാണുന്ന പഴയ മാവേലിയും കേരളവും വീണ്ടും പുനർജനിച്ചിരുന്നുവെങ്കിലെന്ന് ആശിച്ചു. കഞ്ചാവും മയക്കുമരുന്നും MDMAയും അരങ്ങ് തകർക്കുന്ന ഈ കാലത്ത് ഓണം വെറുമൊരു കച്ചവട ഊണിയായി മാറുന്നു. ഓണവും മാവേലിയും നമ്മളെ പഠിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ആ സുന്ദരമായ കാലം തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങൾക്കേവർക്കും കൊമ്പനാനയുടെ 1000 ഓണാശംസകൾ.